അതിന്റെ പുറകെ കൂടെ അത് പേടിപ്പിച്ചവള്. എന്ത് കിടിക്കണേ? ഒന്നുമില്ല. പറ്റിയാ? ഒന്നും പറ്റിയില്ല, പക്ഷെ പറ്റിയേനെ. പാവം കൊച്ച്. ആ ഭയങ്കര പാവാണല്ലോ. ഓർഡറേ, അതിന് വേണ്ട എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഇന്നത്തോടെ തീർത്ത് കൊടുക്കുക അവളുടെ എന്റർടൈൻമെന്റ്. ചേച്ചി 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 എവിടെ പോണ്? അല്ല, അവള് അതുവഴി അങ്ങ് ഓടി. കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. ഇതൊരു മൊത്തത്തില് വാക്കുകളുടെ ഒരു ചെറിയ വിറയലൊക്കെ എന്ത് സംഭവം? വിറയലൊന്നുമില്ല. ആ ഞെട്ടിയുടെ വേടി മാറിയിട്ടില്ല. ഒരു കാര്യം ചെയ്, നീ എന്റെ റൂമിൽ കയറിയിട്ടേ വാലടക്കി. എന്തിനി അടയ്ക്കണം, അതൊക്കെ പറയാം. അടക്കി, ഞാൻ ഇപ്പുറത്ത് കയറാം. പാവൊന്നും ചെയ്യല്ല, ഒടിഞ്ഞു. ചേച്ചി അത് കൊച്ചാണത്. എന്നെ പിച്ച കേട്ടാ ചേച്ചി, ഇനി എന്നെ ഒന്നിനും കൊള്ളൂല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള പരിപാടിയായിരുന്നല്ലേ? ചേച്ചി അയ്യോ, ചേച്ചി അവളെന്നെ കടിച്ചടാ. എങ്ങോട്ട് പോയി? അപ്പം മൂടേം കുഞ്ഞ കോഴിയപ്പനതോ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. കുറെ നാളും കൊണ്ട് ഓങ്ങി വെച്ചേക്കുവായിരുന്നു. നന്നായി, ഞാൻ 2 എണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മൂമ്മ എങ്ങനെ പുറത്തു പോയിട്ട് എത്തിയിട്ട് എവിടെ വരെ? ആ പറമ്പൊത്തം കറി കാണിച്ച് അടപ്പുണ്ട്. അപ്പൊ ഇന്ന് മൊത്തം ഇലക്കറി ആയിരിക്കുമല്ലേ? ഉറപ്പല്ലേ? അമ്മൂമ്മ വരുമ്പോ സൂക്ഷിച്ചോണം. ഒരാളെ 1-ന് 9 പറഞ്ഞു കൊടുക്കും. അതിപ്പോ എന്തായാലും പറയും. ഒടിഞ്ഞോ? ഇല്ല. അല്ല പിന്നെ ചേച്ചി എങ്ങനുണ്ട്? വിചാരിച്ച പോലെ അല്ലട്ടോ. കൊച്ചാണെങ്കിലും ഇടിച്ച് ഞെരുക്കി കളഞ്ഞു മനുഷ്യനെ. ചേച്ചി ഇവിടെ അയ്യോ പൊത്തോന്ന് പറഞ്ഞോണ്ടിരിക്കണ്. അവളതോടെ പയറുമണി പോലെ ചാടി കളിച്ചോണ്ടിരിക്കുന്നു. കനകാന്റെ അമ്മൂമ്മയും പോയിട്ടെത്തിയില്ലല്ലോ. തിളച്ച ചായ കയ്യിൽ തരുമ്പോ നോക്കണം.
ചുമ്മാ അല്ല കൊച്ചിനെ കാര്യത്തിന് കിട്ടണത്. ചേച്ചി ഇപ്പൊ നോക്കിയോ, അമ്മൂമ്മയും കനകാന്റെ കൂടെ വരുമ്പോളേ അവള് പരാതികളുടെ പെരുമഴയായിരിക്കും. നേരത്തെ എനിക്കറിയാലോ. നോക്കാം. എന്താടി നോക്കണേ? ഇത് കണ്ടോ? ഇത് നീ കണ്ടോ? എന്തുകൊണ്ട് എന്തൊന്നും മനസ്സിലായില്ല. കൂണ് കൂണാ? നമ്മുടെ ആ മരം മുറിച്ചിട്ടേക്കുന്നില്ല അങ്ങേ അറ്റത്ത്, വസ്തുവിന്റെ അങ്ങേ അറ്റത്ത്. ആ അവിടുന്ന് കിട്ടിയതാ. ഇത് ഞാനേ ഇറച്ചിക്കറി വെക്കുന്ന പോലെ അങ്ങോട്ട് വെക്കും. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അമ്മൂമ്മേ എന്താ എന്നെ എന്തിനാ ഉപദ്രവിച്ചാൻ ചോദിക്ക്. ഉപദ്രവിച്ചോ? ആ ചോദിക്ക്. ഇപ്പൊ ചോദിക്കാം. ലച്ചു, നീ എന്തിനാ കുഞ്ഞിനെ ഉപദ്രവിച്ചേ? ഞാൻ മര്യാദക്ക് എന്റെ റൂമിലിരുന്ന് ഫോണില് പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മാഡം പുറകെ വന്ന് പേടിപ്പിച്ച്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? പേടിപ്പിച്ചോ? എന്നെ കടിച്ചു. കടിച്ചോ? കടിച്ചു. എന്നെ കടിച്ച് ഞാൻ തിരിച്ചും കടിക്കും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു, കോംപ്ലിമെന്റ് ആക്കി. കോംപ്രമൈസ്. ആ ഇനി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ നിങ്ങളെ ഞാൻ കടിക്കും. മനസ്സിലായോ? ആ കനകം, നീ ഇതൊന്ന് കഴുകി വൃത്തിയാക്ക്. ലച്ചു, കുറച്ച് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി. ഇത് എന്ത് ടൈപ്പ് കൂണാ? ഇത് ചിപ്പിക്കൂണിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കൂണ. ചിപ്പിക്കൂണിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കൂണോ? ആ അമ്മമ്മ സത്യം പറയാത് ഏത് കൂണെന്ന് അറിയാലോ അല്ലേ? എടാ എനിക്കറിയാം, നീ എന്നെ കൂണിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരല്ലേ. ചിപ്പിക്കൂണുണ്ട്, അരിയക്കൂണുണ്ട്, കൊടക്കൂണുണ്ട്, പിന്നെ അങ്ങനെ പലതരം കൂണുകളും ഉണ്ട്. ഓ അതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 10,000-15,000 കൂണുണ്ട് ഈ ലോകത്ത്. ആ പടം മൊത്തം 2,000 കൂണ തിന്നാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കണത്, അതൊരു കണത്തിൽപ്പെട്ട ഏതെങ്കിലും കൂണാണോ ഇത് എന്ന്. അതൊക്കെ നമുക്കറിയാവിടെ. ഈ പറിച്ച് കഴിയുമ്പോഴേ ഇച്ചിരി കഴിയുമ്പോൾ നിറം മാറുന്നതാണെങ്കിൽ അത് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മുറിച്ച് കഴിയുമ്പം ഈ കറ ഇങ്ങനെ വരും, അതും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ പടവലത്തെ പറമ്പിലൊക്കെ എന്തുമാത്രം കൂണുണ്ടായിരുന്നെന്നറിയാവോ? പിന്നെ അത് മാത്രമല്ല, അപ്പൂപ്പൻ കാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേ നല്ല ഒന്നാന്തരം കൂണ് കൊണ്ടുവരുമായിരുന്നു, കൊടക്കൂണ്. അത് കൊണ്ടുവന്ന് അങ്ങോട്ട് കറി വെച്ചാ എൻ്റെ പൊന്നു മോനെ എന്തൊരു സ്വാദായിരുന്നെന്നറിയാവോ? നമ്മുടെ പടവലത്തെ ആ തോടിന്റെ അവിടെ ഒരു കൂൺ കിട്ടുമായിരുന്നല്ലോ. അത് അപ്പക്കൂണ്, അത് വിശക്കൂണാ. അമ്മൂമ്മ, നേരത്തെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഈ വീടിന്റെ പറമ്പിൽ അടുത്തുള്ള പറമ്പിലൊക്കെ ഈ കിളിക്കണ ഈ കൂണുണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള വിഷം വലിച്ചെടുക്കും. പിന്നെ വിഷം വന്ന് കൂണിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഒന്ന് പോവാച്ചേ അവിടെ നിന്ന്. നിനക്ക് കൂണിനെ പറ്റി എന്തറിയാം? കൂണിനെ പറ്റി എന്തറിയാന്ന് അമ്മൂമ്മക്ക് ഒരു കാര്യം അറിയോ? ഈ ഇടി ഇടിക്കുമ്പോഴാണ് കൂണുണ്ടാവണത്, അതറിയൂ? ഇടി ഇടിക്കുമ്പോഴോ? ഇടി ഇടിക്കുമ്പോ ഇടിയുടെ പ്രകമ്പനത്തിൽ താഴ്ന്ന കൂണിങ്ങനെ ഇടി വെട്ടുമ്പോ ആടെ ഇടി ഇടിക്കുമ്പോ ഇടി വെട്ടുമ്പോ എല്ലാം ഒന്ന് തന്നെ ആടാ കൂണിങ്ങനെ പൊങ്ങി വരും. അതിന് ഇടിക്കൂണെന്നും പറയപ്പെടും. പിന്നെ അത് വിട് പോട്ട്. ഈ കൂണെന്താണ് വെള്ളയായിട്ടിരിക്കണേ? അത് വെള്ളയായിട്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഈ ഇല എന്താണ് പച്ചയായിട്ടിരിക്കണേ? അത് പച്ചയായിട്ടിരിക്കുന്നുണ്ട്. അമ്മൂമ്മ, അതിനകത്ത് ഹരിതകം എന്ന് പറയുന്ന സാധനമുണ്ട്, ക്ലോറോഫിൽ. ആ സാധനം ഇല്ല കൂണിന്. അതുകൊണ്ടെന്താ ഇതിനെ സസ്യവിഭാഗത്തിൽ പെടുത്തിയിട്ടില്ല. ഈ ഹരിതകം എന്തോ പച്ച കളറാണോ? മര്യാദയ്ക്ക് സ്കൂളിൽ പോക്കണം കേട്ടല്ലേ. ഹരിതകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഹരിതേനെ ഓർമ്മ വന്നത്. ഹരിതയ്ക്ക് എന്ത് പറയുന്നടാ? കൂണ് കറി വെക്കാം അമ്മൂമ്മ. അതെ, ഈ കൂണൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ കഴിക്കണം. ഇന്നാളൊരു ന്യൂസ് കണ്ടതാ, നാഗാലാൻഡിലെ ഒരു കുടുംബം കൂണ് കഴിച്ചിട്ട് കുടുംബത്തോടെ മരിച്ചുപോയി. അത് നാഗാലാൻഡില്. ഇത് ഞാൻ നല്ലതുപോലെ അങ്ങോട്ട് കറി വെച്ച് തരും. അതങ്ങോട്ട് കഴിച്ചിട്ട് അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞാ മതി. എന്തായാലും ഇറച്ചിക്കറി വെക്കുന്ന പോലെയല്ലേ വെക്കുന്നത്. എന്നാ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു. വേണ്ട, മോഡസ് ടിപ്സ് ഒന്നും വേണ്ട. അതെ, ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ ചെയ്തു. ഏതെങ്കിലും വീഡിയോ കൊണ്ട് പഠിച്ചായിരിക്കല്ലേ? எங்க ஊர்ல இந்த மாதிரி கூணெல்லாம் கிடைக்கும். പുതിയ അറിവാ. എന്നാ ശരി, എന്നാ അങ്ങോട്ട് ചെന്നാട്ടെ. പോന്നില്ലേ? ഓ ഞാൻ പോണ്. വെക്കുമ്പോ തേങ്ങ കൊത്തിട്ട് വെക്കും. ആലോചിക്കാം. ഓ അമ്മൂമ്മേ, എനിക്ക് ഈ കൂൺ ഇഷ്ടമല്ല. മക്കളെ, ഇത് നല്ല രുചിയാ. എനിക്ക് എന്റെ രുചി ഇഷ്ടമല്ല അമ്മൂമ്മ. ആണോ? എന്നാ കഴിക്കണ്ട.
കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആ ശിവ അല്ല അവിടെ എന്താ സ്പെഷ്യല്? ഓ ഹോസ്റ്റലിലെ മാട്ട ഫുഡ് ആയിരിക്കും അല്ലേ? ഇവിടെ എന്താ സ്പെഷ്യൽ എന്നറിയോ? നമ്മുടെ കനകേന്റെയും അമ്മൂമ്മയും കൂടെ പാറമണ്ടയുടെ സൈഡിൽ നടക്കാൻ പോയപ്പോഴത്തേക്കും നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന കൂൺ കഷി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാല് നല്ല മഷ്റൂംസും ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. ചപ്പാത്തി അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. നിന്റെ ചോട്ടൻ ഫോൺ ചോദിക്കുന്നു, കൊടുക്കട്ടെ? ഇത് വേണ്ടെന്നാ കൊടുക്കാം. ഹലോ ശിവമോളു, എപ്പടി ഇരിക്കേ? എടേ ഫുഡൊക്കെ കഴിച്ചോ നീ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല അത് സംഭവേ. അത് വിട് നീ. പിന്നെ അവിടെ എന്ത് പരിപാടി? ആണോ? ശരിടാ, ഓക്കേടാ, ശരി, നടക്കട്ടെ. ചാർട്ട് വരാം. ശരി. എന്താടി കട്ട് ചെയ്ത ഫോണ്? ഓ, എനിക്ക് ശിവചേച്ചിയുടെ സംസാരിക്കണം. നീ അവളോട് എന്തൊരു സംസാരിക്കാൻ പോണു? പാടി അവിടുന്ന് കൊച്ചു പിള്ളേർ സംസാരിക്കാൻ പോയി. അല്ലേ തന്നെ നീ ഇവിടെ നിന്ന് എന്റെ ചെവി തിന്നെയാണ്. നീ ഫോൺ പിടിച്ച് അവളുടെ കൂടെ ചെവി തിന്നാനായിട്ട്. അവളോടെ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ സാധനം വരച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടന് പിന്നെ എല്ലാം സംസാരിക്കാൻ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ വെച്ചേ. ചേച്ചി പാടി. ചേച്ചി ജസ്റ്റ് മിസ് കേട്ടോ. ഞാൻ 2-3 ദിവസം അവിടെ വിളിച്ച് സംസാരിച്ചിട്ട് ഇതിപ്പോ നൈസിലങ്ങ് തടയെത്തി. ഞാൻ ഈ കാര്യം ശിവചേച്ചിയെ വിളിച്ച് പറയാൻ പോകും. ഞാൻ ശിവചേച്ചിയെ വിളിച്ചോ? പാറ പറയില്ല. ഞാൻ വിളിച്ചു പറയും. കനയാൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചു പറയാൻ പോവാ. പാറു അങ്ങനെ വിളിച്ച് പറഞ്ഞ പിന്നെ ഞാൻ വഴി പാറുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മിഠായിയും ഐസ്ക്രീമും പുറത്തു പോയുള്ള കറക്കമൊക്കെ അങ്ങ് നിക്കും. ചേട്ടാ, ആദ്യമേ അങ്ങനെ പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ഇങ്ങനെ വിളിക്കാനൊക്കെ പോവായിരുന്ന? എനിക്ക് വയ്യ. മേടിച്ചു തരണേ. മേടിച്ചല്ലേ? തരാടി. എന്തൊരു കൊച്ച ചേച്ചിയായി. ഇവിടെ കൂണ് കൊണ്ടൊന്നും അഭിഷേകം നടത്താൻ പോണെന്ന് പറഞ്ഞിട്ടൊന്നും അറിയണില്ലല്ലോ. അതേ വന്ന് ചോദിച്ചു നോക്ക്. വിശക്കുകയും ചെയ്യണം. എവിടെ കണ്ടിട്ടില്ലേ പൂ ഫ്രാങ്കിപ്പനി? നിങ്ങൾ കഴിക്കുന്നില്ലേ? എല്ലാം റെഡിയായി. അങ്ങനെ പറ. ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞോളൂ വിശക്കണെന്ന്. റെഡി ആയാ? മണമൊന്നും വരുന്നില്ല. ஆனா நான் டேஸ்ட் பண்ணி பார்த்தேன், ரொம்ப சூப்பரா இருக்கு. തുടങ്ങിയാലേ? അമ്മമ്മ, എനിക്ക് കൂണ് വേണ്ട കേട്ടോ. എന്ത്? പശുവിന്റെ ചാണകത്തിലൊക്കെ ഉണ്ടാകുന്ന സാധനം അത്. അതുകൊണ്ട് എനിക്ക് വേണ്ട അമ്മമ്മ. അങ്ങനെ എടീ, ഈ കണ്ട പച്ചക്കറിക്ക് ഉള്ള എല്ലാ സാധനത്തിനും വളമായിട്ടിടുന്നത് എന്നതാ? ചാണകം. ചാണകം. അത് വളമായിട്ടല്ലേ ഇടുന്നത്? ഓ അങ്ങനെ. എന്നാ നീ കോഴി കഴിക്കുമല്ലോ. ചിക്കൻ. നീ കോഴി കണ്ട പറമ്പൊത്ത് നടന്ന് കണ്ട പുഴുവിനെയും പഴുതാരെയും ഈ പറഞ്ഞ ചാണകം വരെ ചിക്കൻ ചരിഞ്ഞ് തിന്നണതാ. പക്ഷെ നമ്മള് ആ ചിക്കനൊക്കെ കഴുകത്തില്ലേ? ഓ ഓക്കെ, വാലിഡ് പോയിന്റ്. അങ്ങനെ ആണെങ്കിൽ അതിന്റെ മുട്ട കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പോയേട്ടാ. പിള്ളേരെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ പോയി കഴിച്ചാലോ? ഞാനിപ്പോ ശിവനെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ ഇന്നിവിടെ കൂണാണെന്ന്. എല്ലാരെയും വിളിച്ചു പറ. ആരുടെയും വായിലേ വെള്ളം ഊറട്ടെ. ഞാനേ പടവലത്ത് സരളയെ വിളിച്ചു പറഞ്ഞു ഇന്നിവിടെ കൂണാണെന്ന്. പണ്ട് പറമ്പിന്നൊക്കെ കൂണ് കിട്ടുമ്പോഴേ സരള എന്നോട് പറയും, ചേച്ചി കറി വെക്കുമ്പോ എനിക്കൂടെ കുറച്ച് തരണേ. ഭവാനി ചേച്ചി കറി വെച്ചാൽ അത് കൂട്ടാൻ ഭയങ്കര സ്വാദാണെന്ന്. അത് അവർക്ക് നൈസിൽ പണിയെടുക്കാതെ കൂണ് കഴിക്കാനുള്ള ഒരു മാർഗം അവര് കണ്ടെത്തി വെച്ചേക്കണേണ്. അതെ, അതിൽ അമ്മൂമ്മ വീഴുകയും ചെയ്യും. അതൊന്നും അല്ല. പണ്ട ഇന്നത്തെ പോലല്ലോ, പറമ്പിന്നൊക്കെ ഇഷ്ടം പോലെ കൂണ് കിട്ടും. അതങ്ങോട്ട് നല്ല പോലെ എടുത്ത് മെഴുക്കുവരട്ടി വെച്ച് അപ്പൂപ്പൻ അങ്ങോട്ട് കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞിട്ടേ അപ്പൂപ്പൻ പൂമുഖത്ത് കസേരയിലോട്ടൊരു ഇരിപ്പുണ്ട്. അതൊന്ന് കാണണ്ടെന്ന് ഒരു കാഴ്ച തന്നെ മോനെ. പറഞ്ഞ് ഇങ്ങനെ കുതിപ്പിക്കല്ലേ, ബാ കഴിക്കാം.
എന്നിട്ട് വേണം അപ്പൂപ്പൻ പൂമുഖത്തിരുന്ന പോലെ ഞങ്ങൾക്ക് എന്നാ പിന്നെ വായോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം, പറയാൻ വേണ്ടി പറയരുത്. ഓക്കെ. കനയാണ്ടി എനിക്കെന്തോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ? നിനക്ക് ചപ്പാത്തിലൂടെ കഴിക്കാൻ സ്പെഷ്യലാ. ആ ചപ്പാത്തി ആദ്യം കൊണ്ട് എടുക്കണം, അതിങ്ങനെ ചുരുട്ടണം. ചുരുട്ട് നല്ല കോല് പരുവായതിനു ശേഷം വെള്ളത്തിൽ മുക്കുക, തിന്ന. കനയാണ്ടി കനയാണ്ടി ഉനക്ക് ഊറുകാർക്ക് അല്ലേനാ പഞ്ചസാര കൊടുക്കറ. അച്ചാറ് മുക്കി നോക്കിയാ മതിന്ന്. എന്നാ പിന്നെ ഞാൻ രാത്രി നല്ലപോലെ കഴിച്ചു, എനിക്കിപ്പോ വേണ്ട. ശരി, അങ്ങനെങ്കി അങ്ങനെ. കോണുകറി ഇടമ്മ അറിഞ്ഞില്ലേ? വരുന്നു. ഒരു ചക്കര മക കുറച്ച് മഷ്റൂം തരട്ടാ. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ചപ്പാത്തി വേറെ എന്തെങ്കിലും കറി ഒപ്പിച്ച് കഴിച്ചോളാം. എനിക്കിത് ഇഷ്ടമല്ല. റെഡി 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 റെഡി. അമ്മാവോട് സ്പെഷ്യൽ മഷ്റൂം റെഡി. എന്താ കോളിഫ്ലവർ കറിയാ? ലച്ചു, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞു, നീ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. നീ കഴിക്കുന്നതിന് മുമ്പ് എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഇതിനകത്ത് മഷ്റൂം എവിടെ? അതാ ഞാൻ ഈ തപ്പണേ. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ ഒരു സ്പെഷ്യൽ രീതിയിൽ അത് ഉണ്ടാക്കുന്നേന്ന്? പറഞ്ഞായിരുന്നോ? നീ ആദ്യം കഴിക്ക്. ഇത് കഴിച്ചിട്ടാണോ അപ്പൂപ്പൻ പൂമുഖത്ത് ഇരുന്നേ? നീ ഇപ്പൊ ഇത് കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കാം കഴിക്കാം. എന്നാ അങ്ങോട്ട് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് ഉറപ്പാണ്. വേണ്ടല്ലോ. എനിക്ക് വേണ്ട. നീ ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. അപ്പൊ നീങ്ക അമ്മ. ഞാൻ കഴിക്കാം. എടുക്കട്ടെ, ഞാൻ വിളമ്പി തരാം. ഞാൻ എടുത്തോളാം. എനിക്ക് വേണ്ട. ഒരു വായ No. മണത്ത് നോക്കി. കഴിച്ചു. നീ കഴിച്ചു. മണം കൊള്ളാം, എനിക്ക് വേണ്ട. അമ്മൂമ്മോയ്, അമ്മൂമ്മ കൊള്ളാമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അങ്ങോട്ട് കഴിക്കും മോനെ, അങ്ങോട്ട്. സൂപ്പർ അല്ലേ? ഹൈടെക് വല്ല ഹോട്ടലിൽ വല്ല ജോലിക്കും പോയിട്ടുണ്ടോ? അയ്യോ, ഇറക്കിയിട്ട് പറ, ഇറക്കിയിട്ട് പറ. ചെറിയ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കൂലേ, ഞാൻ പല വെറൈറ്റീസ് ഓഫ് മഷ്റൂംസിന്റെ കറികൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് ദ ബെസ്റ്റസ്റ്റ് വൺ. അടിപൊളി. ഒളിച്ചമ്മൂമ്മ ചുമ്മാ പറയുന്നതല്ലോ. പറു മക്കളെ, ഫസ്റ്റ് ക്ലാസ് സാധനമാണ്, വേണേ കഴിച്ചോ. എനിക്ക് വേണ്ട. പിന്നെ നീ തിന്നണ്ട. ചാണകത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സാധനം. ரொம்ப நல்லா இருக்குமா. പാറുവേ, ഒരു ഇച്ചിരി കഴിക്ക്. എനിക്ക് വേണ്ട അമ്മൂമ്മ. അമ്മൂമ്മ വാരിത്തരാ. കഴിക്കണ്ട. നല്ല ഒന്നും അല്ലെങ്കിലും ചിലവർക്ക് ചേരൂല. ചേച്ചേ, ചുമ്മാ അല്ലേട്ടാ, അപ്പൂ ഇതൊക്കെ കഴിച്ചിട്ട് പൂമുഖത്ത് നിവർന്നിരുന്നത്. നമുക്കും ഇത് കഴിച്ചിട്ടൊന്ന് നിവർന്ന് കിടക്കണം. കിടക്കാം. എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല കൊച്ചേ.
ആ കൂൺ കഴിച്ചിട്ട് വല്ല പ്രശ്നമാണോ? കൂൺ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നീ നിന്റെ ജോലി നോക്കി പോവച്ചേ. എന്തോ അമ്മ പ്രശ്നം? എന്റെ പാറു, നീ നിന്റെ പാട് നോക്കി പോവച്ചേ. ചേട്ടത് അങ്ങോട്ട് ഓടുക. ചേച്ചി എന്താ കൊച്ചേ? എന്താ ചേച്ചി പ്രശ്നം? വയറുവേദന എടുക്കണ കൊച്ചേ. സംഗതി ഇപ്പൊ പ്രശ്നമായല്ലോ. അമ്മൂമ്മ കൂണ് ചതിച്ചതാ. അങ്ങനെ വരാൻ വഴിയില്ല മോനെ. ഇതിപ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുടുംബത്തോട് ഔട്ടാവും. ആ കോളേജൊന്നും പറയാതെ കൊച്ചേ. മക്കളെ, ഈ അവസ്ഥ ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂടാ. നന്നേ വിളി കേശോട്ടാ. പണ്ട കൊച്ചേ, ഫോണിൽ വിളിയടി. ശിവചേച്ചി വിളിക്കട്ടെ. എന്തിന്? ഞങ്ങളുടെ 16 വരാനാ? എന്നാ പിന്നെ ഭാഷങ്ങളെ വിളിക്കട്ടെ. ആംബുലൻസിന് വിളിയടി കൊച്ചേ. നമ്പർ എത്ര? 108 കൊച്ചേ. അപ്പൊ 3 നമ്പരേ ഉള്ളോ? വിളി കൊച്ചേ. ഹലോ, ആംബുലൻസ് മാമനാണോ? ഇവിടെ പാറമട വീട് വരെ ഒന്ന് വരണം. ഇവിടെ എല്ലാവരും കൂണ് കഴിച്ചിട്ട് കൂമ്പ് പാടിയതുപോലെ കിടക്കുക. അർജന്റാ, പെട്ടെന്ന്. ശരിയേ ചേട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കൃത്യമായിട്ട് അറിയാണ്ട് കണ്ട പറമ്പീന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിച്ചിട്ട് കറി വെച്ച് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മൂമ്മ അടുത്ത് പോയി പറയടി. അമ്മൂമ്മ വല്ലതും കേട്ടോ? അയ്യോ